ജോലി ചെയ്യുന്നവരാണ്. ഈ മഹല്ലുകളിൽ 2 തരം മഹല്ലുകൾ ഉണ്ട്. ഒന്ന് 100% നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. അവിടെ അങ്ങനെ പറയാം. ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മുഅല്ലിമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. ഈ ക്ലാസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുക. 2, 3, 4, 5 ഇങ്ങനെ ആള് കൂടി വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല, അല്ലെങ്കിൽ എസ്ഐഎസിന്റെ വിഷയം പറയേണ്ടതില്ല, എസ്എസ്എഫിന്റെ കാര്യം പറയേണ്ടതില്ല. ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർസ് നടത്തുക, ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസാണ്. ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽപ്പെട്ടതല്ല ഈ ക്ലാസ്, ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്നോട് മറുപടി പറയേണ്ടതില്ല. നിങ്ങൾ ചിന്തിക്കൂ, ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട്? 4 ആളെ കിട്ടിയാൽ 4 ആളെ കൊണ്ടെടുക്കണം. ഗൾസിൽ മുത്താലിമ്യങ്ങളെ കിട്ടൂല ഉസ്താദെന്ന്. ഗൾസിൽ മുത്താലിമ്യങ്ങളും വന്നിട്ടൊരു കൂട്ടരെ പറക്കണ്ട. ഓരാത്ത മുത്താലിമ്യങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ദർസ് കൊടുക്കുക. ഇപ്പൊ മർക്കസിൽ എല്ലാ ശനിയാഴ്ചയും വയസ്സന്മാര് ക്ലാസ്സിൽ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു ഉംറ പ്രഖ്യാപിച്ചു. ഒരു കൊല്ലം മുഴുവനും ക്ലാസ്സിൽ വരുന്നവർക്ക് നറുക്കിട്ടിട്ട് ഒരാളെ ഉംറക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസ്സിൽ 500 മുതൽ 800 വരെ ആളുകൾ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം എല്ലാ ക്ലാസ്സിലും വരുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിന്റെ കഫാലത്ത് തരും എന്നറിയാം. എല്ലാ ക്ലാസ്സിലും വരുന്നവർക്ക് ഒരു കുട്ടിന്റെ ഒരു കഫാലത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവരോട് പൈസ കൊണ്ട് വാങ്ങാനോ അല്ല. ഒരു 18,000 ഉറുപ്പിക നമ്മൾ പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ട് ഇയാളെ പേരിൽ മർക്കസിന് പേര് ബുക്ക് ചെയ്യാം. മർക്കസിന് ഒരു കുട്ടിന്റെ കഫാലത്തുമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഇയാൾ എല്ലാ ക്ലാസ്സിലും വരികയും ചെയ്യും. അടുത്ത കൊല്ലം അയാൾ പറയും, ഉസ്താദ് അതിന് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അയാളെ കഫാലത്ത് അയാൾ തുടരും. മറ്റൊന്ന് ഞാൻ ചോദിക്കും, അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാഫി ആരാളുള്ളത്? അലവി സക്കാഫിനെ പോലത്തെ 2, 3, 4 എടുക്കാം. അത് നിങ്ങൾ പ്രയാസാക്കണ്ട. അതുപോലെ 10 പിരിയത്തുകൾ എടുക്കാം. അങ്ങനെ വാതിന് പോകുന്നവർക്ക്, വാദപ്രതിവാദത്തിന് പോകുന്നവർക്കൊക്കെ 2, 3 ഒക്കെ എടുക്കാം.
അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു കുട്ടിക്ക് 18,000 ഉറുപ്പിക ഒരു കൊല്ലത്തിൽ എന്റെ വക ഒരു കഫാലത്ത് എടുപ്പിക്കണം, ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സഖാഫി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂല എന്നുള്ളത് കുളത്തൂരൊക്കെ ശരിക്കും അറിയാലോ അല്ലേ? എല്ലാ സ്ഥലത്തും അറിയാം, മലപ്പുറങ്ങാടി അറിയാം, എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹായം കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം. ഒരു കൊല്ലത്തിലാണ്, ഒരു കൊല്ലത്തിൽ 18,000 ഉറുപ്പിക കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റ കുട്ടിയും ഇല്ല. എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കി കൊടുക്കാത്തവർ ഉണ്ട്, കൊടുത്തവരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ്, സ്ഥാപനത്തോടുള്ള കടമ അതാണ്. അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ. സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു ശുഭമായി കൊടുക്കട്ടെ. അവരാണ് നേതൃത്വം, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് ബാക്കിയില്ല എനിക്കൊന്നുമില്ലാന്ന് വരില്ല കേട്ടോ. അവരെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളില്ലാന്ന് എന്താണ് എല്ലാവരുമാണ്. അതുകൊണ്ട് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടുകൂടി പെണ്ണുങ്ങൾ കാത്തിരിക്കുക. ഞാനിപ്പോ പറഞ്ഞോളൂ, ലിയാദിന്റെ കഥ പറഞ്ഞോളൂ, തരാൻ വേണ്ടി അവര് കാത്തിരിക്കുക. നമ്മൾ ചോദിക്കണമെന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം. നമുക്ക് പഠിപ്പിക്കാൻ, ശമ്പളം കൊടുക്കാൻ, ഇതൊക്കെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മർക്കത്തിനെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം. അൽഹംദുലില്ലാഹ്, വീടുകളിൽ നിന്ന് കൊടുത്ത നെയ്യപ്പം 2 ഗുണമുണ്ട്. ഒന്ന് പലഹാരം, അതും കൊടുത്തവർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വണ്ടിയർമാർ ഒപ്പായിട്ട് നേരത്തെ തന്നെ നിന്നിട്ടുണ്ട്. അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു. മെഡിക്കൽ കോളേജിൽ നമ്മളൊരു ഡോക്ടറുണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മളെ ഡോക്ടറുണ്ട്, ഷാഹുൽ, ഇപ്പൊ ചാർജെടുത്തതാണ്. നമ്മളെ ഇതിന്റെ ജ്യേഷ്ഠന് എന്തെങ്കിലും കിട്ടുന്നതാണ്. അല്ല, എന്തിനും കിട്ടും, ഏത് പ്രവർത്തനത്തിനും കിട്ടും. 10 ഡോക്ടർമാരെ ഒറ്റക്ക് നമ്മളെ ആളാക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്,